ദൃശ്യകലാകേന്ദ്രം ആമണ്ടൂർ 40ാമത് വാർഷികം ദൃശ്യ കാർണിവൽ 2025 ലഹരി വിരുദ്ധ സന്ദേശയാത്രയോടെ തുടക്കമായി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി.കെ. രാജു സന്ദേശയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടങ്ങിയിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും എക്സൈസും ജനങ്ങളും ഒന്നിച്ച് ഈ ലഹരിക്കെതിരെ പൊരുതാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എവിടെ തിരിഞ്ഞാലും ലഹരിക്കെതിരായ ക്യാമ്പയിൻ കണ്ടു തുടങ്ങി. എറണാകുളത്ത് ഇന്നിപ്പോൾ ഒരു വാർത്ത നമ്മളിപ്പോൾ കണ്ടത്, ലഹരി കിട്ടാതെ 600ഓളം കുട്ടികൾ അക്രമവാസന കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണം എന്താണ്? ലഹരി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ലഹരി കിട്ടാതെ വരുന്ന കുട്ടികളെ അടുത്തുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലഹരി കിട്ടാതെ വരുമ്പോഴും ആ വിഡ്രോവൽ സിൻഡ്രം വരുമ്പോഴും കുട്ടികളെ, മുതിർന്നവരെ, അമ്മമാരെ, സഹോദരിമാരെയൊക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നിങ്ങളുടെ ചുറ്റുപാട് ആരെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിനെയോ നിങ്ങളുടെ ഈ സംഘാടകരെയോ അറിയിക്കണം. ഇതൊരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു 4 വീടിനെ നിങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിയും. ശത്രുവിനെ നമ്മൾ അതിനകത്ത് കൊണ്ടുവരരുത്. ഒരു 4 വീട് നിങ്ങളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുന്ന പ്രസിഡന്റ് ശ്രീ ശോഭയും ചേർന്ന് പതാക ഏറ്റുവാങ്ങുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ. ആമണ്ടൂർ വാർഷികം ആഘോഷിക്കുകയാണ്. 40ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ട് പിറകിലൂടെ കടന്നു വരുന്നത്. ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ദൃശ്യകലാ സെക്രട്ടറി ശ്രീ ഷഫീഖ് ഗൈസ് സ്വാഗതം ആശംസിക്കുന്നു. ആശംസകൾ അറിയിച്ചുകൊണ്ട് രക്ഷാധികാരികളായ ശ്രീ ശ്രീ സൈന്യത്തിൽ എന്നിവർ സംസാരിക്കും. ദൃശ്യകലാ ശ്രീ ഷിനാസ് പൊന്നകത്ത് വനിതാ ദൃശ്യകലാകേന്ദ്രം 40ാമത് വാർഷികവും കാർണിവൽ ഉദ്ഘാടനവും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. നാട്ടുകാരെല്ലാവരും ചേർന്ന് നടത്തുമ്പോഴാണ് അതൊരു വിജയത്തിലെത്തുക. ഇതിൻ്റെ സംഘാടകർ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും എല്ലാം സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും മതചിന്തയും ജാതി ചിന്തയും എല്ലാം ഉള്ളവരാണ്. പ്രശസ്ത കവി ഗോപി കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മോഹനൻ പ്രസംഗിച്ചപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, ശ്രീനാരായണപുരം പഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്ന കാര്യം മോഹനൻ അനുസ്മരിക്കുകയുണ്ടായി.
ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ എന്താണ് കേരളത്തിന് നൽകിയത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാമൊക്കെ. സ്വാഗത സംഘം ചെയർമാൻ KR നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി, സൗദ നാസർ എന്നിവർ സംസാരിച്ചു. ദൃശ്യകലാ പ്രസിഡന്റ് ഷോബി OU, സ്വാഗത സംഘം പ്രോഗ്രാം കോർഡിനേറ്റർ റിയാദ് സലാം, ഫൈനാൻസ് ചെയർമാൻ PJ മുഹമ്മദ് റാഫി, വനിതാ വിംഗ് സെക്രട്ടറി മിഷ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജനറൽ കൺവീനർ സുബൈർ KS സ്വാഗതവും ദൃശ്യകലാ സെക്രട്ടറി ഷെഫീഖ് കൊട്ടേക്കാട് നന്ദിയും പറഞ്ഞു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് സ്നേഹാദരം നൽകി. തുടർന്ന് ശിവശക്തി ടീമിന്റെ കൈകുട്ടിക്കളി നടന്നു. യുണൈറ്റഡ് ഓഫ് കേരള സിനിമ പ്രവർത്തകർ ഉദ്ഘാടന ദിനത്തിൽ അതിഥികളായിരുന്നു. ഫിറോസ് ചൂര്യൻ, സുധി പൂത്തോട്ട്, സുകന്യ ശോഭി, ഷിംനാസ്, ജിഷ നിതീഷ്, കമറു, ബഷീർ, അഷറഫ്, KS മൂസി, രാജീവൻ, പ്രസാദ്, സത്താർ, അഫ്സൽ KA എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 16 മുതൽ 22 വരെ ദൃശ്യകലാ നഗറിൽ ദൃശ്യ കാർണിവൽ നടക്കും.